നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ പട്ടാമ്പിയിലാണുള്ളത്. പട്ടാമ്പിയിൽ നമ്മൾ ഭാരതപ്പുഴയോട് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള EMS പാർക്കാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. പൂർണ്ണമായി MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള പാർക്കാണിത്. ഏകദേശം 1,40,00,000 രൂപയാണ് ഇവിടുത്തെ MLA ഫണ്ടിൽ നിന്ന് ഇതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ളത്. ഇരിക്കാനായി നല്ല ബെഞ്ചുകളും അതുപോലെ വ്യായാമം ചെയ്യാനുള്ള ഉപകരണങ്ങളും ഇവിടെയുണ്ട്. പാർക്കിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പാർക്കിലേക്ക് കടന്നു വരുമ്പോൾ ഇതിൻ്റെ മതിലിൻ്റെ മുകളിൽ ഒരുപാട് പ്രശസ്ത വ്യക്തികളുടെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പട്ടാമ്പി ടൗണിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഈ EMS പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. സംഭവം നല്ല രസമുണ്ട് കേട്ടോ. നല്ല കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാം നമുക്ക്. മോർണിംഗ് വാക്കിനും അതുപോലെ തന്നെ ഈവനിങ് വാക്കിനും പറ്റിയൊരു അടിപൊളി സ്പോട്ടാട്ടോ നമ്മുടെ ഈ പാർക്ക്. അതിനു വേണ്ടിയിട്ട് അവർ നല്ലൊരു വാക്ക് വേ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. കാലത്ത് 8:30 മുതൽ വൈകുന്നേരം 8:30 വരെയാണ് ഈ പാർക്കിൻ്റെ പ്രവർത്തന സമയം കേട്ടോ. ഇവിടെ അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ കൈവരികൾ പല നിറത്തിലുള്ളത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനാണത്. പാർക്കിലേക്ക് കടന്നു വരുന്നവരെ മനോഹരമായ നമ്മുടെ സംസ്കാരത്തിൻ്റെയും കലയുടെയും ചിത്രങ്ങളാണ് അത്ഭുതപ്പെടുത്തുന്നത്. പാർക്കിലെ ചുമരിൽ മനോഹരമായി ചിത്രങ്ങൾ വരച്ചു വച്ചിട്ടുണ്ട്. ഇത് ഇവിടെ വരുന്നവർക്ക് ഓരോരുത്തർക്കും നല്ലൊരു ആകർഷണം ഉണ്ടാക്കുന്ന ഒരു അനുഭവം തരുന്നു. അതുപോലെ ഇവിടെ നിന്നുള്ള ആ ഭാരതപ്പുഴയുടെ വ്യൂ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോണ്ടല്ലോ ഭാരതപ്പുഴയും ചുറ്റും പച്ചപ്പും അതിനപ്പുറത്ത് നമ്മുടെ പട്ടാമ്പി പാലും നല്ല വ്യൂ ആ. ഇത് പട്ടാമ്പിക്കാരുടെ ഒരു ഭാഗ്യമാണ്. കാരണം സാധാരണ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പുഴ കണ്ടിട്ട് ഇരിക്കാനുള്ള ഭാഗ്യമൊന്നും കിട്ടാറില്ല. പക്ഷേ ഇവിടെയുള്ള ആളുകൾക്ക് ഈവനിങ് വാക്കിനാ അല്ലെങ്കിൽ ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ വരുമ്പോൾ മനോഹരമായ ഭാരതപ്പുഴയും കണ്ടിട്ട് ഇരിക്കാം. നല്ലൊരു ഇളം കാറ്റും ഒക്കെ കൊണ്ട് ഇവിടെ ഇരിക്കാം. തീർച്ചയായും ഇവിടുത്തെ ജനപ്രതിനിധികളെയും അതുപോലെ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിച്ചേ പറ്റൂ. നല്ലൊരു അടിപൊളി പാർക്ക് പട്ടാമ്പിക്കാർക്ക് വേണ്ടി സമ്മാനിക്കാൻ അവർക്ക് സാധിച്ചു. ഇവിടുത്തെ പണികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, പൂർത്തിയായിട്ടില്ല. ഇവിടെ ഇതുപോലൊരു ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചുറ്റും ബെഞ്ചുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഊഞ്ഞാലുകൾ, അതിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഒരു കിഡ്സ് പാർക്ക് ഒക്കെ ഉണ്ട്. ഇതൊരു വെള്ളച്ചാട്ടം പോലെ ഉണ്ടാക്കി വെച്ചതെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല. ഫുള്ള് പണി കഴിഞ്ഞാൽ ഇത് സെറ്റാവും. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇത് 2 ഘട്ടങ്ങളിലായിട്ടാണ് പണിയണേന്ന് തോന്നുന്നു. ആദ്യ ഘട്ടത്തിൽ 90 ലക്ഷം, പിന്നെ ഒരു 50 ലക്ഷം, അങ്ങനെ 1,40,00,000. നല്ല രീതിയിൽ തന്നെ പണികൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു അടിപൊളി സെൽഫി പോയിൻ്റ് ഉണ്ട്. നമ്മുടെ ഭാരതപ്പുഴയോട് ചേർന്നിട്ട് ഇങ്ങനൊരു സെൽഫി പോയിൻ്റ് അടിപൊളിയായിട്ടാ സംഭവം. ഈ ഒരു സെൽഫി പോയിൻറ്റും ഇവിടെ നിന്നുള്ള വ്യൂവും കീട്ടില്ലെന്ന് കേട്ടോ. സംഭവം അടിപൊളി. അതുപോലെ ഇവിടെ ഒരു കിഡ്സ് പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കിഡ്സിന് ഓടി കളിക്കാനും മരത്തിൻ്റെ തണലിൽ ഇരിക്കാനും അതുപോലെ ഊഞ്ഞാലുകൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പണി ബാക്കിയുണ്ട്. അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ അവിടെ പണിയെടുക്കുന്നുണ്ട്. ഇത് ഇവിടെയും ഉണ്ട് കേട്ടോ ഒരു സെൽഫി പോയിന്റ്. അടിപൊളിയല്ലേ? ഇതിൻ്റെ അറ്റത്ത് ടോയ്ലറ്റ് ബ്ലോക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സായിട്ടോ ഫാമിലിയായിട്ടോ കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് നന്നായി ഇഷ്ടപ്പെടും. കാരണം അവർക്ക് കളിക്കാനുള്ള കളി ഉപകരണങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സംഭവം നമ്മൾ പാർക്കുന്നേ നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആണ്. നമ്മുടെ ഭാരതപ്പുഴയും അതുപോലെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ പട്ടാമ്പി പാലും ചുറ്റും പച്ചപ്പും കാണാട്ടോ. സംഭവം ഒരു വെറൈറ്റി കാഴ്ച തന്നെയാണ് ഈ പാർക്കിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത്. അല്ല കിടിലം വ്യൂ എന്ന് പറഞ്ഞാൽ കിടിലം വ്യൂ ആണ്, ഒരു രക്ഷയില്ല. ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഉറുമ്പ് പോണ പോലെ ഉണ്ടാ വണ്ടികൾ പോണത്. നടത്തുമ്പോൾ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയൊരു അടിപൊളി ഏരിയ. കാരണം നല്ലൊരു വാക്ക് വേ ഇവർ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് നടക്കാൻ പാകത്തിൽ. നല്ല സൂപ്പറായിട്ട് നടക്കാം. മോർണിംഗിനായാലും ഈവനിങ്ങിലായാലും നല്ലൊരു ഇളം കാറ്റ് വെച്ചിട്ട് നമുക്കിവിടെ നടക്കാൻ പറ്റും.
കുറച്ച് ദൂരം ഒന്ന് നടന്ന് ക്ഷീണിച്ച റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യത്തിന് നല്ല ഉറപ്പുള്ള മരത്തിൽ പണിതിട്ടുള്ള ബെഞ്ചുകളും ഇവിടെ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ കാഴ്ച കണ്ട് കേട്ടോ. കിണർ ഇവിടെ ഉണ്ടാക്കിയിട്ട് സംരക്ഷിച്ച് നല്ല അലങ്കരിച്ച് നിർത്തി വെക്കണം. നോക്കി, ഇവിടെ നിന്നുള്ള വ്യൂവും അടിപൊളിയാണ്. അടിപൊളി കാഴ്ചകളാട്ടോ ഇവിടെ ഉള്ളത്. പണി നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയും ചാക്കുകൾ മെറ്റലുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ ബഹുമാനപ്പെട്ട മുഹസിൻ MLA ആണ് ഇതിന് ഫണ്ട് അനുവദിച്ച് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.